ഹലോ ഫ്രണ്ട്സ്, പനിയും ചുമയും കാരണം എൻ്റെ ശബ്ദത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്. എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എന്നോട് ക്ഷമിക്കുകയും സഹകരിക്കുകയും ചെയ്യണേ. ഇനി നമുക്ക് വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് റിവ്യൂയിലോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ രോഹിത് സത്യാമ്മയുടെയും വിഷ്ണുവിൻ്റെയും ശത്രുപാളയത്തിൽ എത്തിയിരിക്കുകയാണ്. സുസ്മിതയും ചന്ദ്രബോസും രോഹിത്തിന് ശരിക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവരെന്ത് പറഞ്ഞാലും ഒന്നിനും എതിര് പറയാതെ അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു പോരാളിയാക്കി മാറ്റിയിരിക്കുകയാണ് രോഹിത്തിന് സത്യഭാമയോടും കുടുംബത്തിനോടും എത്രമാത്രം വൈരാഗ്യം തോന്നാവോ ആ രീതിക്കെല്ലാം തന്നെ സുസ്മിതയും ചന്ദ്രബോസും അവന് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുക്കുകയും അവന് ആവശ്യത്തിലധികം മദ്യമൊക്കെ കൊടുത്ത് എന്തിനും പോകുന്ന നന്ദിയും കൂറും അല്പം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ ഒരു രീതിക്ക് ആ രോഗത്തിനെ അവർ മാറ്റിയെടുത്തിരുന്നു. ശ്യാമശാലിനിയോട് പറയുന്നു, എൻ്റെ കുഞ്ഞേച്ചി നമ്മൾ 3 പേരും മഹാകള്ളികളാണെന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞു. നമ്മൾ 2 പേരും എന്നാ കുടുംബത്ത് കാലുകുത്തിയോ അവരുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത പോയെന്നും കുഞ്ഞേച്ചി കാരണം വിഷ്ണുവേട്ടൻ്റെ ജീവിതം തുലഞ്ഞു പോയെന്നും എന്നൊക്കെ വിഷ്ണുവേട്ടൻ മദ്യം കഴിച്ചുകൊണ്ട് വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സമനില തന്നെ അങ്ങ് തെറ്റിപ്പോയി കുഞ്ഞേച്ചി. അതുകൊണ്ട് ഇനി ഈ ശ്യാമ ജീവിക്കണ്ട, ഇനിയെങ്കിലും കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും ഒന്നിക്കട്ടെ എന്ന് കരുതിയ കുഞ്ഞേച്ചി ഞാൻ ആ എഴുത്തിനകത്ത് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചത്. ഇത് കേട്ട് ശാലിനി അങ്ങ് ഞെട്ടിപ്പോയി. എന്തുവാ ശ്യാമയെ പറയുന്നേ? നീ എന്തെഴുതി വെച്ചെന്നാ? എല്ലാ കാര്യങ്ങളെന്ന് വെച്ചാൽ പപ്പി മോളെ ഞാൻ പ്രസവിച്ചതല്ലെന്നും എനിക്കിനി പ്രസവിക്കാൻ കഴിയില്ലെന്നും കുഞ്ഞേച്ചി പ്രസവിച്ച ഇരട്ടക്കുട്ടികളിൽ ഒന്നാണ് പപ്പിയെന്നും വിഷ്ണുവേട്ടൻ്റെ മക്കളാണ് പപ്പിയും സത്യമെന്നും എല്ലാം ഞാൻ ആ കത്തിൽ എഴുതി കുഞ്ഞേച്ചി. എൻ്റെ ശ്യാമേ, നീ എന്തുവായി പറയുന്നേ? എല്ലാവരുടെയും തലയിൽ തീ കോരിയിട്ടല്ലോ മോളെ. ഇതിനു വേണ്ടിയാണോ ഈ കുഞ്ഞേച്ചി ഇത്രയും കഷ്ടപ്പെട്ടത്? ഒരു നിമിഷം നീ ആരെക്കുറിച്ചും ചിന്തിച്ചില്ലല്ലോ മോളെ. എൻ്റെ കുഞ്ഞേച്ചി വിഷ്ണുവേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞേച്ചിയെ മാത്രമേ ചിന്തിച്ചുള്ളൂ. എൻ്റെ സ്വാർത്ഥത കൊണ്ടല്ലേ, എൻ്റെ ജീവിതത്തിന് വേണ്ടിയും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ഞാൻ പോലും ഒന്നും തുറന്നു പറയാത്തത്. എനിക്കറിയാം ഒരിക്കലും കുഞ്ഞേച്ചി സത്യങ്ങളൊന്നും തുറന്നു പറയത്തില്ലെന്ന്. എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞേച്ചിയുടെയും വിഷ്ണുവേട്ടൻ്റെയും ജീവിതമാണ് നശിപ്പിക്കുന്നത്. എടി, എന്നിട്ട് കത്തവിടെ? അതറിയില്ല കുഞ്ഞേച്ചി. ഞാൻ നോക്കിയപ്പോൾ ഞാൻ വെച്ചെടുത്ത കത്തില്ലെന്നോ? ദൈവമേ, അത് ആരുടെ കയ്യിൽ കിട്ടി? നീ അവിടൊക്കെ നല്ലോണം നോക്കി കുഞ്ഞേച്ചി, ഞാൻ അവിടെ എല്ലാം നോക്കി. ശ്യാമേ, ഇത് കളിയല്ല. അതാരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ ആകെ തകരും. നീ ആ കത്ത് എവിടാന്ന് അവിടെ എല്ലാം ഒന്ന് നോക്ക്. ഇല്ല കുഞ്ഞേച്ചി, അവിടെ എങ്ങുമില്ല. എങ്കിൽ ആ കത്ത് ആരുടെയോ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ദൈവമേ, സത്യാമ്മയുടെ കയ്യിലാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം തീർന്നു. ഇനി രോഹിത്തിൻ്റെ കയ്യിലാണോ കിട്ടിയതെങ്കിലോ? അയ്യോ, ഇത്രയും നാൾ അവനെ ഇതെല്ലാം മറച്ചു വെച്ചതിന് അവൻ്റെ പ്രതികരണം എന്താണെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. എല്ലാം കൊണ്ടും സമനില തെറ്റി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. സത്യയുടെ നിർബന്ധം കൂടി വരുവാണ്. അതെന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പൊന്നുമോളെ നീ ഈ ചതി എന്നോട് ചെയ്തത്. ആ കത്ത് നീ നോക്ക്, എവിടെങ്കിലും കാണും. ആ കത്ത് കിട്ടിയ ഉടനെ തന്നെ നീ കീറിക്കളയോ കത്തിച്ചു കളയോ ചെയ്യണം. ആരുടെയും കയ്യിൽ കിട്ടാതെ നോക്കണം. ശ്യാമയെ എനിക്ക് ഓർത്തിട്ട് എൻ്റെ തല ചുറ്റുന്നു. ഞാൻ എന്തൊക്കെയാ കാണുന്നത്? എൻ്റെ ഭഗവാനെ, ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണോ അനുഭവിക്കേണ്ടത്? ശ്യാമയും ശാലിനിയും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുപല്ലവി അങ്ങോട്ട് വരുന്നുണ്ട്. മാഡം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ഉണ്ട് പറയാൻ. എന്താണ് അനു? പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ, മാഡം, ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കലും ഒരു നല്ല വാർത്തയല്ല. ശ്യാമയുടെ ഭർത്താവ് രോഹിത് വലിയൊരു ചതിയിൽപ്പെട്ടിരിക്കുവാണ്. അത് ആ കുടുംബത്തെ മൊത്തം ബാധിക്കും. ചതിയോ? അതെന്താണ് അനു? ചതിയെന്ന് പറയുന്നത് ഒരു NRI ബന്ധം. അതിൻ്റെ ലക്ഷണം കണ്ടിട്ട് വലിയ ഒരു ഹ്യൂജ് എമൗണ്ടാണ് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ചെയ്തിട്ടുള്ളത്. അനു, എത്രയും പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടെത്തണം. ചതി വന്നിരിക്കുന്നത് ആര്, എവിടുന്ന്, പിന്നെ അവരുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്യണം. ഈശ്വര, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണല്ലോ. വിഷ്ണു ഇങ്ങനെ രാത്രിയിൽ ആ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഒരു കാറ് കുറച്ച് ദൂരെയായിട്ട് മാറി അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. ഈ കാർ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഇത് ആരുടെ കാറാണ്? ഈ ഒരു ചന്ദ്രബോസിൻ്റെ കാറല്ലേ? ചന്ദ്രബോസിൻ്റെ കാർ എന്താ ഇവിടെ വന്നത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കാറിൽ നിന്ന് രോഹിത് ഇറങ്ങുന്നു. രോഹിത് എന്താ ചന്ദ്രബോസിൻ്റെ കാറിൽ വന്നിരിക്കുന്നത് എന്നിങ്ങനെ വിഷ്ണു നോക്കുമ്പോൾ രോഹിത് ആ കാറിൽ നിന്ന് കാല് നിലത്തുറയ്ക്കാത്ത രീതിയിൽ കുടിച്ച് ലെവലില്ലാതെ ലെക്ക് കെട്ടാണ് അതിൽ നിന്നിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി നടന്നിട്ട് പെട്ടെന്ന് ചന്ദ്രബോസിനെ തൊഴുകയും നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷത്തോടെ യാത്ര പറയുകയൊക്കെ ചെയ്യുന്നത് വിഷ്ണു മുകളിൽ നിന്ന് കാണുന്നുണ്ട്. രോഹിത്തിനാണെങ്കിൽ ഒരടി പോലും മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല.
അവൻ്റെ ഫുൾ കൺട്രോളും പോയി അവനിങ്ങനെ ആടി ആടി വീഴാൻ പോകുന്ന പോലെയാണ് നടന്നു വരുന്നത്. രോഹിത്തിൻ്റെ ആ വരവ് കണ്ട് വിഷ്ണു അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ, ഇവൻ കുടിച്ചിട്ടുണ്ടോ, ഇവനും ചന്ദ്രബോസും തമ്മിൽ എന്താണ് ബന്ധം? രോഹിത് അങ്ങനെ ആടി ഒലഞ്ഞ് കാലുറയ്ക്കാതെ പലയിടത്തും തട്ടുകയും മുട്ടുകയും വീഴാൻ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വിഷ്ണു കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ വല്ല ചാതിൽ ഒരു വിധത്തിൽ രോഹിത്ത് വീടിനകത്തോട്ട് കയറി ഹാളിലോട്ട് വരുന്നുണ്ട്. രാഘവേട്ടൻ അവിടെ ഇരുന്ന് കൈയൊക്കെ ഇങ്ങനെ തിരുമിക്കൊണ്ടിരിക്കുവാണ്. പിള്ളയാണെങ്കിൽ രാഘവേട്ടന് രാത്രി കഴിക്കാനുള്ള ഗുളികയൊക്കെ കൊടുത്തിട്ട് ബാ പോയി കിടക്കാം എന്ന് പറയുമ്പോൾ ഇരിക്കടോ, കുറച്ച് നേരോടെ ഞാനിവിടെ നിന്ന് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ തടയി രാഘവേട്ടൻ ആ ഹോളിൽ ഇരിക്കുവാണ്. അങ്ങോട്ട് ശ്യാമ വരുന്നുണ്ട്. ശ്യാമ രാഘവേട്ടനോട് ചോദിക്കുന്നു, അച്ഛൻ കിടക്കുന്നില്ലേ? ആ കിടക്കാം മോളെ. രോഹിത്ത് വന്നില്ലേ മോളെ? ശ്യാമ ഒരു വല്ലാത്ത വെറുപ്പും സങ്കടത്തോടെ പറയുന്നുണ്ട്. ആ വന്നോളൂ അച്ഛാ, ഇപ്പോൾ സ്വഭാവമൊക്കെ ആകെ മാറിയിരിക്കുക. ശ്യാമ ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ടാണ് വിഷ്ണു മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവരുടെ അടുത്തോട്ട് രോഹിത്ത് ഇങ്ങനെ കാലുറയ്ക്കാതെ വീഴാൻ പോകുന്ന പോലെ ഇങ്ങനെ നടന്നു വരികയാണ്. അവരെയൊക്കെ കണ്ടിട്ട് രോഹിത്ത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഒരു മുണ്ടുമൊക്കെ വല്ലാതെ കുത്തി എടുത്തുകൊണ്ട് മുകളിലോട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ വിഷ്ണു അത് കണ്ടിട്ട് പറയുന്നു, രോഹിത്തെ നീ അവിടെ നിന്നേ. അത് കേട്ട് രോഹിത്ത് ഒരു വല്ലാത്ത ദേഷ്യത്തോടെ വിഷ്ണുവിനോട് എന്താ? വിഷ്ണു ചോദിക്കുക, എടാ നീ കുടിച്ചിട്ടുണ്ടോ? ശ്യാമ പെട്ടെന്ന് പറയുന്നു, കുടിച്ചിട്ടുണ്ടാവും വിഷ്ണുവേട്ടാ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചോണ്ടാ വരുന്നത്. എടാ നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, നീ കുടിച്ചിട്ടുണ്ടോ എന്ന്. ആ കുറച്ച് കുടിച്ചിട്ടുണ്ട്. എന്താ? എടാ നീ എന്നാടാ ഈ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയത്? അതെന്താ എന്നും ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? പുതിയ ശീലങ്ങളൊക്കെ എനിക്കും വേണ്ടേ? എടാ ചന്ദ്രബോസാണോ നിന്നെ കാറിൽ കൊണ്ട് വിട്ടത്? അതെ, ആണെങ്കിൽ എന്താ? ചന്ദ്രബോസ് എന്ന പേര് കേട്ടപ്പോഴേ രാഘവേട്ടനും ശ്യാമ ഇങ്ങനെ ഞെട്ടുവാണ്. അയ്യോ രോഹിത്തെ, ശ്യാമ വിളിക്കുമ്പോൾ രോഹിത്ത് ദേഷ്യത്തോടെ ശ്യാമയോട്, നീ മിണ്ടിപ്പോവരുത്, ഇത് ഞങ്ങൾ ആണുങ്ങൾ സംസാരിച്ചോളാം. രോഹിത്തിൻ്റെ ആ നിപ്പും പടുതിയും അവൻ്റെ ആ പെരുമാറ്റ രീതിയെല്ലാം ആകെ പന്തികേടാണെന്ന് രാഘവേട്ടനും അവിടെ നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. രോഹിത്ത് പറയുക, ആ ചന്ദ്രബോസ് ആ കൊണ്ടുവിട്ടെങ്കിൽ എന്താ? വലിയ CBIയുടെ രീതിയിലാണല്ലോ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്താ ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയേണ്ടത്? എടാ രോഹിത്ത, നിന്റെ പെരുമാറ്റത്തിലുണ്ടായ വ്യത്യാസമാണ് എനിക്ക് അറിയേണ്ടത്. എന്താ നീയും ശ്യാമയും തമ്മിലുള്ള പ്രശ്നം? നിന്റെ ഭാര്യ നീ കിടക്കുന്ന മുറിന്ന് രാത്രിയിൽ ഇറങ്ങി പോകുന്നു, നീ പപ്പിമോളോട് ദേഷ്യപ്പെടുന്നു. എടാ എന്താ നിനക്ക് പറ്റിയത്? എന്താ നിന്റെ പ്രശ്നമെന്നെങ്കിലും എന്നോട് പറ. എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതൊക്കെ മറ്റുള്ളവരോട് പറയണമെന്നുണ്ടോ? അതിൻ്റെ ആവശ്യം എനിക്കില്ല. ശ്യാമയ്ക്ക് ഇത് കേട്ട് സഹിക്കുന്നില്ല. രോഹിത്തെ, ആരോടാ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? എടീ നിന്നോടാ പറഞ്ഞ മാറി നിൽക്കാനൊന്നും. ഇത് കേട്ട് രാഘവേട്ടൻ, മോളെ അവൻ ബോധമില്ലാതെ വന്ന് നിൽക്കുന്നത്, പിന്നെ അവനോട് നീ എന്തർത്ഥത്തിലാ ചോദിക്കുന്ന ബോധമുണ്ടോന്ന്? രോഹിത്തിങ്ങനെ ആടിക്കുഴഞ്ഞുകൊണ്ട് 2 കൈ എടുത്ത് തൊഴുതുകൊണ്ട് രാഘവേട്ടനോട് പറയുക, അച്ഛാ ക്ഷമിക്കണം, അച്ഛൻ്റെ ഈ മകനോട് എനിക്ക് 2 വാക്കൊന്ന് സംസാരിക്കണം. എന്നെ അച്ഛൻ മകനായിട്ട് സ്വീകരിച്ച സ്ഥിതിക്ക് ഒരു അനുവാദം ചോദിക്കേണ്ടത് കടമയാണ്. അനുവാദം തരേണ്ടത് അച്ഛൻ്റെയും കടമയാണ്. അവൻ കുടിച്ചുകൊണ്ട് ബോധമില്ലാതെ വന്നിരിക്കുന്നു. എടാ നീ ഇപ്പോൾ പോയി കിടക്ക്, നാളെ രാവിലെ സംസാരിക്കാം. അത് വേണ്ട, രാത്രി എനിക്ക് കിടന്നാൽ ഉറക്കം വരത്തില്ല. എന്നോട് ഇപ്പം ചോദിച്ചതിൻ്റെ മറുപടി എനിക്ക് ഇപ്പം തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ രാത്രി കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല. എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ അങ്ങ് തീർത്തോളാം. ബ്രോ ഒരു കാര്യം ചെയ്യ്, ബ്രോയുടെ പ്രശ്നങ്ങൾ ആദ്യം പോയി അങ്ങ് തീർക്ക്. 100,000 പ്രശ്നത്തിൽ കിടന്ന് വട്ടം കറങ്ങുന്നവനാ എൻ്റെ ഒരു കൊച്ചു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വരുന്നത്. 2 കാലയിലും മന്തും വെച്ചുകൊണ്ട് ഒറ്റക്കാല മന്തുള്ള എന്നെ നോക്കി കുറ്റം പറയാൻ വന്നേക്കരുത്. ഇത് കേട്ട് വിഷ്ണുവിനൊക്കെ ദേഷ്യം ഇങ്ങനെ പൊങ്ങി വരുമോ. വിഷ്ണു, ഡേടാ നിർത്ത്, നീ പറഞ്ഞ് അധികം അങ്ങ് മുകളിലോട്ട് കയറല്ലേ. എടാ ഞാൻ നിന്റെ ആരാണെന്ന് നിനക്കറിയില്ലേ? ഇവിടുത്തെ നിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയില്ലേ? വിഷ്ണു ഇങ്ങനെ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ രോഹിത് അങ്ങ് പരിഹാസത്തോടെ ചിരിക്കുവാണ്. എന്ത് സ്ഥാനം? ഒരു സ്ഥാനമില്ല. അതുമാത്രമല്ല, സത്യാമ്മയ്ക്ക് ബ്രോയേക്കാ വിശ്വാസം എന്നെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ സത്യാമ്മ എൻ്റെ പേരിൽ ബിസിനസ് ചെയ്യുന്നതും എന്നെക്കൊണ്ട് ബിസിനസ് ചെയ്യിക്കുന്നതും. അപ്പോൾ പിന്നെ ബ്രോയേക്കാൾ സ്ഥാനം എനിക്കല്ലേ? രാഘവേട്ടനും ശ്യാമയും വിഷ്ണു ഇങ്ങനെ ഞെട്ടിത്തിരിച്ചെന്ന് കേൾക്കുവാണ്. പിള്ളയും പൊന്നിയല്ല ഇങ്ങനെ അന്തം വിട്ട് വായുമ്പോളെന്ന് നിൽക്കുക. അപ്പോഴാ സമയത്ത് സത്യഭാമ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നത്?
എന്താടാ, എന്താ ഇവിടെ രാഘവേട്ട, എന്താ ഇവിടെ? ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താ എല്ലാവരുടെയും മിണ്ടാട്ടം മുട്ടിപ്പോയോ? ഞാൻ ചോദിച്ചിട്ട് ആരും എന്താ ഒന്നും മിണ്ടാത്തത്? ശ്യാമേ, നീയെങ്കിലും പറ, എന്താ ഇവിടെ ഉണ്ടായത്? അത് സത്യാമ്മേ, രോഹിത്ത് കുടിച്ചോണ്ട് വന്നപ്പം വിഷ്ണുവേട്ടൻ ചോദിച്ച് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റി. എടാ മക്കളെ, നിങ്ങൾ എന്താടായി കാണിക്കുന്നത്? ഇന്ന് വരെ ഉണ്ടാകാത്ത പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ നിങ്ങളിവിടെ കാണിക്കുന്നത്. രോഹിത്തെ, എന്താ നിന്റെ പ്രശ്നം? അയ്യോ സത്യാമ്മേ, ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞ് ശ്യാമയെ പിടിച്ച് വലിച്ച് തെള്ളുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം. സത്യാമ്മ നോക്കുമ്പോൾ രോഹിത്തിന് ഒരു വെളിവും ബോധമില്ലെന്ന് നാടുവാണ്. അവൻ്റെ കണ്ണൊക്കെ ചുമന്ന് അവനൊരു ലെവലില്ലാതെ നിൽക്കുക. സത്യാമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രോഹിത്ത് ഇങ്ങനെ വരുമെന്ന്. പിന്നെ സത്യാമ്മ എന്താ ചോദിച്ചത്? എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. എനിക്കൊരു പ്രശ്നമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടേതാ ഈ നിൽക്കുന്ന ഇവളോട് ചോദിച്ചു നോക്ക്. എന്താ രോഹിത്ത് എന്നോട് പറയുന്നേ? അയ്യോ സത്യമേ, എനിക്കറിയില്ല രോഹിത്ത് എന്തുവാ പറയുന്നതെന്ന്. രാഘവേട്ടൻ പറയുക, ഫാമേ കള്ള് കുടിച്ച് ബോധമില്ലാതെ അവൻ ഏതാണ്ടൊക്കെ പറയുക. അയ്യോ, എൻ്റെ ബോധം പോയിട്ടില്ല, ബോധമൊക്കെ ഉണ്ട്. ബോധത്തോട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ. പിന്നെ ഈ രോഹിത്തിന് ബോധമില്ലാതാക്കുന്നത് മറ്റുള്ളവരാ, പ്രത്യേകിച്ചും ദാണ്ട ഇവള് എന്നും പറഞ്ഞ് ശ്യാമയെ ചൂണ്ടിക്കാണിക്കുവാണ്. അയ്യോ രോഹിത്തെ, ഞാനോ? രോഹിത്ത് സത്യാമ്മയോട് ചോദിക്കുക, സത്യാമ്മേ എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. അതും ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പറയണം. സത്യാമ്മേ, എനിക്കിതെല്ലാം എഴുതി തന്ന് എന്നോട് ബിസിനസ് ചെയ്യാൻ പറഞ്ഞത് എന്നോട് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ? എനിക്ക് വിശ്വാസത്തിന് കുറവൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ നിനക്കൊരു വരുമാന മാർഗം കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതല്ല, എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, എൻ്റെ അറിവ് ഇതെല്ലാം വിറ്റ് കാശാക്കണം. സത്യാമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സംസാരിക്കുമെന്ന്. സത്യാമ്മ ഇങ്ങനെ അന്തം വിട്ട് രാഘവേട്ടനെ നോക്കി നിൽക്കുവാണ്. രോഹിത്ത് പറയുക, ഇതിനു വേണ്ടിയാണ് സത്യാമ്മയ്ക്ക് എന്നെ വെച്ച് കാശുണ്ടാക്കണം, അതിനു വേണ്ടിയാണ് എന്നെ ഏൽപ്പിച്ചത്. വിഷ്ണു ബ്രോയ്ക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്ന് സത്യാമ്മയ്ക്കറിയാം. അതും മറ്റൊരു കാരണം അല്ലേ? സത്യഭാമയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. സത്യഭാമ പറയുക, രോഹിത്തെ നീ എവിടോട്ടായി പറഞ്ഞു പോകുന്നത്? ദേഷ്യത്തോടെ രാഘവേട്ടൻ പറയാ, രോഹിത്തെ നീ പോയി കിടക്കാൻ നോക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ രാവിലെ സംസാരിക്കാം. എടി ശ്യാമേ, ഇവനെ വിളിച്ചോണ്ട് പോയി കിടത്താൻ നോക്ക്. ശ്യാമ പെട്ടെന്ന് വാ രോഹിത്തെ എന്നും പറഞ്ഞ് കയ്യെ പിടിക്കുക. എടി തൊട്ടു പോകരുത് നീ എന്നെ എന്നും പറഞ്ഞ് ശ്യാമയെ പിടിച്ച് തള്ളുവാണ്. സത്യാമ്മേ, ദാണ്ട ഇവളും വിഷ്ണു ബ്രോയുടെ ഭാര്യയും അവളുടെ അമ്മയും എല്ലാവരും സത്യാമ്മയെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ സത്യാമ്മ പ്രസവിച്ചതൊന്നുമല്ല, പക്ഷേ ഞാൻ എൻ്റെ അമ്മയെപ്പോലാണ് സത്യാമ്മയെ കണ്ടത്. സത്യാമ്മ എന്നെ പൊന്നുപോലെ നോക്കുന്നത് കൊണ്ടാണ് ദാണ്ട ഇവരോടൊക്കെ ഞാൻ ഈ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ. പക്ഷേ എൻ്റെ ഭാര്യ അടക്കം എന്നെ ദ്രോഹിക്കുന്നുണ്ട്. രോഹിത്തിൻ്റെ ആ വാക്ക് കേട്ട് ശ്യാമ അങ്ങ് ഞെട്ടുവാണ്. ദൈവമേ, നീ ആ കത്ത് രോഹിത്തിൻ്റെ കയ്യിലെങ്ങാണോ കിട്ടിയത്? രോഹിത്ത് വീണ്ടും പറയുക, എല്ലാവരും എന്നെ ചതിക്കുവാണ് സത്യാമ്മേ, എല്ലാവരും സത്യാമ്മയെ ചതിക്കുവാണ്. വേണ്ടേ ഈ വിഷ്ണു ബ്രോ അടക്കം സത്യാമ്മയെ ചതിക്കുവാണ്. എടാ രോഹിത്തെ, നീ കള്ളു കുടിച്ചിട്ടായി സംസാരിക്കുന്നതൊന്നും ഞാൻ നോക്കില്ല, അടിച്ച് നിന്റെ ചെള്ളക്കുറ്റി ഞാൻ പൊട്ടിക്കും. എടി ശ്യാമേ, വിളിച്ചോണ്ട് പോയി ഇവനെ അകത്തോട്ട്, അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ഇവനെ ചെയ്തു പോകും. രോഹിത്തെ വാ, എടീ തൊട്ടു പോകരുത് നീ എന്നെ. ഇവിടെ നിന്നോട് കയറിപ്പോകാനാ പറഞ്ഞേ, കയറിപ്പോടാ അങ്ങോട്ട്. ഞാൻ പൊയ്ക്കോളാം സത്യാമ്മേ, ഞാൻ പൊയ്ക്കോളാം. ഇന്നല്ലെങ്കിൽ നാളെ സത്യാമ്മ അറിയും എല്ലാവരും നിങ്ങളെ ചതിക്കുവാണെന്ന്. ഈ വിഷ്ണു ബ്രോയെ വരെ അന്ന് സത്യാമ്മ ഇവിടെ നിന്ന് ഇറക്കി വിടും. അപ്പോഴും ഈ രോഹിത്ത് മാത്രമേ കാണൂ എന്നും പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവനിങ്ങനെ മുകളിലോട്ട് കയറി പോവുകയാണ്. ഇതുവരെയും രോഹിത്തിൽ നിന്ന് ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. സത്യഭാമ വിഷ്ണുവിനോട് ചോദിക്കുന്നു, എടാ വിഷ്ണു, എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത്? അത് അമ്മേ, അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്. അവനിപ്പോൾ എന്നേക്കാൾ കൂടുതൽ സ്ഥാനമുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു അധികപ്പറ്റായിട്ടുള്ളത് ഞാൻ മാത്രമാണ്. എല്ലാ അർത്ഥത്തിലും അവൻ പറഞ്ഞത് ശരിയാ. രാഘവേട്ടൻ പെട്ടെന്ന്, എടാ നീ അത് വിട്ടുകള. എടാ സ്വബോധമുള്ളവനാണെങ്കിൽ അവൻ ഇങ്ങനൊക്കെ പറയുമോ? മദ്യത്തിൻ്റെ പുറത്താണെങ്കിലും അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ടച്ചാ. അവൻ നോക്കുമ്പോൾ കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാത്തത് എനിക്കല്ലേ? എന്തർത്ഥമായി എൻ്റെ ജീവിതത്തിനുള്ളത്? പൂജ്യം, വെറും വട്ടപൂജ്യം. എല്ലാ അർത്ഥത്തിലും ഈ വിഷ്ണു വട്ടപൂജ്യം എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ഏങ്ങി കരയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സത്യഭാമയും രാഘവേട്ടനും അവിടെ നിൽക്കുന്നവരെല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുവാണ്. അങ്ങനെ സത്യാമ്മയ്ക്കും സത്യാമ്മയുടെ വീട്ടിലുള്ളവർക്കും ദുരന്തങ്ങൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ്. ഇതിനേക്കാളൊക്കെ വലിയൊരു അപകടമാണ് സത്യാമ്മ പോയി ചാടിയിരിക്കുന്നത്. ആ അപകടം സത്യാമ്മ എങ്ങനെ തരണം ചെയ്യുമെന്നറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.